സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21, 18, 19 തിരുവചനങ്ങൾ. രാവിലെ യേശു നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കെ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ, ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 18, 19 തിരുവചനങ്ങളിൽ നോമ്പുകാല ചിന്തകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്ത് കാണുന്ന ചരിത്ര സംഭവത്തിന് ഫലം പ്രതീക്ഷിക്കുന്ന ദൈവമെന്ന് പേര് നൽകുക. ദൈവം നമ്മിൽ നിന്നും, അഥവാ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്നും ചില ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫലരഹിതമായ അവസ്ഥ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നാം നമ്മുടെ പറമ്പിൽ അഥവാ വയലിൽ, വിളയിൽ ഏതെങ്കിലും ഒരു ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ സമയബന്ധിതമായി നാം അതിൽ നിന്നും ചില ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലഭിക്കാതെ പോയാൽ നാം അത് വെട്ടിക്കളവുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. കർത്താവ് യെരുശലേം നഗരം വിട്ട് മടങ്ങിപ്പോകുന്ന സമയത്ത് വിശന്നിട്ട് ഇലകളാൽ നിറയപ്പെട്ടതായ ഒരു അത്തിവൃക്ഷം കണ്ട് അതിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. മറ്റൊരു സുവിശേഷത്തിൽ ദൂരത്ത് നിന്ന് നോക്കിയപ്പോൾ അത് വളരെ ഫലഭൂയിഷ്ടമായി, അഥവാ ഇലകളാൽ, ശാഖകളാൽ നിറയപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് കാണാം. എന്നാൽ അടുത്ത് എന്ന് നോക്കിയപ്പോൾ ഒരു ഫലം പോലും കണ്ടില്ല. ഇങ്ങനെ ഒരു ഫലം പോലും കാണാത്ത ആ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതാണ് നാം കാണുന്നത്. ഉടനെ തന്നെ അത് ഉണങ്ങിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം നിരവധി നന്മകൾ നൽകി, അഥവാ ഈ ഭൂമിയിൽ നമുക്കാവശ്യമായ ജീവനും ശ്വാസവും ഭക്ഷണവും പാനീയവും തുടങ്ങി ദൈനംദിനം നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഭൗതിക നന്മകളെല്ലാം നമുക്ക് നൽകി നമ്മെ ദൈവം പരിപോഷിപ്പിക്കുന്നു, വളർത്തുന്നു. ചില ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ വളർത്തുന്നത്. നമ്മിൽ നിന്നും ഫലം ലഭിക്കാതെ പോകുമ്പോൾ അത് ശാപകാരണമായിത്തീരുന്നു. ശാപം നാശത്തിലേക്ക് നയിക്കുന്നതാണ്. എണ്ണിക്കൂടാത്ത ജനം നശിച്ചു പോകുന്നതിന് കാരണം ഈ ശാപമാണ്. ശാപത്തിന് പകരം അനുഗ്രഹം പ്രാപിക്കുവാൻ ഫലകരമായ ജീവിതം നമ്മിൽ നിന്നുണ്ടാകണം. ഈ നോമ്പുകാലത്ത് ഫലകരമായ ജീവിതം നയിപ്പാൻ
നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ.